മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശന് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് വലിയ സംഭവമാക്കി അങ്ങേയറ്റത്തെ ഊളത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംഭവമായിട്ട് തോന്നുക കോൺഗ്രസിന്റെ അണികൾക്കും മുസ്ലിം ലീഗ് അണികൾക്കും മാത്രമാണ് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഞാനൊരു ചെറിയ ഭാഗം കൊടുക്കാം. ഇത് എത്രത്തോളം നെറുകേടാണ്, പച്ചക്കള്ളമാണ് വിളിച്ചു പറഞ്ഞത് എന്നതിന്റെ തെളിവുകൾ സഹിതം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യാം. നിങ്ങൾ ഏതായാലും സതീശൻ വിളിച്ചു പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കേട്ടാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊക്കെ അല്ലാതെ മറ്റേതെങ്കിലും ബോധമുള്ള ഒരു മലയാളിക്ക് ഇതിനൊക്കെ കൈയടിക്കാൻ സാധിക്കുമോ? ഇത് എവിടെ വെച്ചിട്ടാ പറയുന്നത്? AP സംസ്ഥയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് വലിയ പ്രഖ്യാപനം നടത്തുന്നത്. മതേതരത്വത്തെ ബലി കഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്ന വി.ഡി. സതീശനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഉള്ളത് AP അബൂബക്കർ മുസ്ലിയാരുടെ വേദിയിൽ വെച്ചിട്ടാണല്ലോ, അവരുടെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണല്ലോ. ഇതേ AP അബൂബക്കർ മുസ്ലിയാര് ഈ അടുത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ അടുത്തുള്ള വിഷയം, അതായത് മെക്സവനുമായി ബന്ധപ്പെട്ട് എക്സസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു AP അബൂബക്കർ മുസ്ലിയാര് വിളിച്ചു പറഞ്ഞിരുന്നത്? സ്ത്രീകൾ ശരീരം തുറന്നു കാണിച്ചാണ് എക്സസൈസ് ചെയ്യുന്നത്, സ്ത്രീയും പുരുഷനും തമ്മിൽ നോക്കുന്നതും കാണുന്നതും ശരിയല്ല, അനുവദിക്കില്ല, പ്രശ്നമാണ് എന്ന് വിളിച്ചു പറഞ്ഞതിനെതിരെ സതീശൻ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇന്നേ വരെ ആയിട്ട് എന്തെങ്കിലും ഒന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് എത്രത്തോളം വലിയ പച്ച വർഗീയതയാ! ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലും, ഒരു സ്ത്രീയും പുരുഷനും നേരിട്ട് കാണുന്നത് പോലും പരസ്യമ തുറസായ ഗ്രൗണ്ടുകളിലൊക്കെയാണ് ഇതൊക്കെ നടക്കാറുള്ളത്. എന്നിട്ട് പോലും പറയാണ് ശരീരം തുറന്നു കാണിക്കുന്നു, അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും നേരിൽ കാണുക പോലും ചെയ്യരുത്. ഇത് എത്രത്തോളം വലിയ പച്ച വർഗീയതയാ! ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരെ പോലും അല്ലേ ഈ പറയുന്നത്? ഒരു സ്ത്രീയും പുരുഷനും കാണുന്നത് പോലും പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത് എത്ര നെറുകേടാണ്! ഇതിനെതിരെ എന്തെങ്കിലും ഈ പറയുന്ന സതീശൻ മിണ്ടിയിട്ടുണ്ടോ? ഇത് മാത്രാണോ? റിയാസും വീണയും തമ്മിലുള്ള വിവാഹത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? അത് വ്യഭിചാരമാണ്. ഇതിനെതിരെ ഈ പറയുന്ന വി.ഡി. സതീശൻ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇത് മാത്രാണോ? KM ഷാജി മതമാണ് മതമാണ് മതമാണ്, മതം തന്നെയാണ് പ്രശ്നം, സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇത്തരത്തിലൊന്നും പറയുന്നത് പച്ചവർഗീയതയല്ലേ? അപ്പൊ മുസ്ലിം ലീഗ് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെയൊക്കെ വോട്ട് വാങ്ങുന്നത് അവരെയൊക്കെ അങ്ങ് ഏത് രീതിയിലാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് കാണുന്നത്? ആ സമുദായത്തിന് വേണ്ടി മാത്രമാണ് എന്നൊന്നും പറഞ്ഞതിൽ ഒരു വർഗീയതയും സതീശന് കാണാൻ സാധിക്കുന്നില്ലേ? ഇതേ KM ഷാജി ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ ഭീകര ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ ഒരു പ്രസ്താവന, അതൊരു വർഗീയ സംഘടനയാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ, അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ KM ഷാജിക്കെതിരെ ഈ പറയുന്ന വി.ഡി. സതീശൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? മതേതരത്വത്തെ ബലി കഴിപ്പിക്കാൻ അനുവദിക്കില്ല, പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടോട്ടെ, വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വോട്ട് കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ മാസ് ഡയലോഗ് ഇങ്ങനെ അടിക്കുക എന്നല്ലാതെ ചെയ്യുന്നത് അതിന് നേർ വിപരീതമാണ് എന്നല്ലേ പൊതുബോധമുള്ള പൊതുസമൂഹത്തിലെ സകല മലയാളികളും തിരിച്ചറിയാം.
ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള മാധ്യമങ്ങൾ ഇതേ വി.ഡി. സതീശനോട് ചോദിച്ച സമയത്ത് സതീശൻ എന്താ പറയുന്നത്? അവരെന്തെങ്കിലും വർഗീയത ചെയ്യാറുണ്ടോ? അവർ മതരാഷ്ട്രവാദമൊന്നും ഇപ്പോ ചെയ്യാറില്ലല്ലോ. അപ്പൊ മുമ്പ് നടത്തിയെന്ന് സതീശൻ ഉൾപ്പെടെ അറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്ന സതീശന് നമ്മുടെ കേരളത്തിൽ മതേതരത്വത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? അല്ല, വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റരുത് എന്നൊക്കെ പറയാൻ ഈ സതീശൻ എത്രത്തോളം നെറികേടാണ് വിളിച്ചു പറയുന്നത്? ഒരു സമുദായത്തിന്റെ, ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. ഏതായാലും സതീശനൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് ഒരു ഐക്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വേട്ടയാടാൻ, വെള്ളാപ്പള്ളിക്കെതിരെ വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിട്ടുണ്ട്. സതീശൻ ഇങ്ങനെ പ്രീണിപ്പിച്ച് നമ്മുടെ കേരളത്തെ ഒരു വർഗീയ കേരളമാക്കാൻ ശ്രമിക്കുമ്പോ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമൂഹമുണ്ട്. അത് സതീശനും അങ്ങ് തിരിച്ചറിയണം. ഈ സതീശനൊക്കെ എന്തെങ്കിലും തരത്തിൽ ഈ മതേതരത്വത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ ഒരു സംഭാവന കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കുന്നവർ മതേതരവാദികൾ, സമുദായത്തിനു വേണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നവർ മതേതരവാദികൾ. ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടനക്കെതിരെ സംസാരിക്കും അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറയുന്നവർ സതീശനെ സംബന്ധിച്ച് മതേതരക്കാർ. റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ അത് വ്യഭിചാരമാണെന്ന് പറയുന്നവർ സതീശനെ സംബന്ധിച്ച് മതേതരക്കാർ. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ സതീശ പച്ചവർഗീയത ഉയർത്തിപ്പിടിച്ച് താങ്കളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. അല്ല, എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ, ഈ മുസ്ലിം ലീഗും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയൊക്കെ വോട്ട് മാത്രം മതിയോ? അത്രത്തോളം മുസ്ലിം ലീഗൊക്കെ കേരളത്തിൽ ശക്തമായി കഴിഞ്ഞോ? ഇപ്പൊ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ മുസ്ലിം ലീഗിന് വേണമെന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ആളുകൾ. അപ്പൊ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി ഈ പറയുന്ന മുസ്ലിം ലീഗ് ആയിരിക്കില്ലേ? അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കില്ലേ സതീശനെയൊക്കെ നിയന്ത്രിക്കുക? സതീശനൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഇപ്പേ നിലപാടെടുത്ത്. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ കേരളം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമിയാണോ? ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാ. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏതായാലും മുസ്ലിം ലീഗ് ഉറപ്പിച്ച് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിലൊക്കെ എത്ര നരനായാട്ട ക്രിസ്ത്യാനിക്കെതിരെയും ഹിന്ദുവിനെതിരെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ജമാഅത്തെ ലോകത്തെല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാധന. ആ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കോൺഗ്രസ് കൂട്ടിപ്പിടിക്കുമ്പോ ഇവിടെ മറ്റു മതങ്ങളിൽപ്പെട്ട ഇവര് ബംഗ്ലാദേശിൽ നരനായാട്ട് നടത്തുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒരു വോട്ടും വേണ്ടേ? ലളിതമായിട്ടുള്ള ചോദ്യ. ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളികളും 1000 തവണ ചിന്തിക്കുക. സതീശനൊക്കെ നമ്മുടെ കേരളത്തെ വർഗീയ കേരളമാക്കാൻ, ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന, മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഒരു കേരളമാക്കാനുള്ള നെട്ടോട്ടത്തിലാ. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയോ മതേതരത്വം ഞങ്ങൾ. ഏത് പച്ച വർഗീയവാദികളെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് മതേതരത്വോ? ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയുക.